പാട്ട് പഠിക്കണം. എനിക്ക് ഉപ്പച്ചീനെ വിട്ടിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. കുട്ടി പറഞ്ഞ ഒരു സെന്റൻസ്, ഒരു ഉപ്പ ഒരു മകൾ എന്ന് പറയുന്നത് മാഷാ അല്ലാഹ് അതന്നെ. ഇന്ന് ഇങ്ങനെ ഒരു ഉപ്പയും മോളും ഉണ്ടോ എവിടെയെങ്കിലും എന്നാണ് അല്ലേ കരയുന്ന ചെറുപ്പത്തിൽ പാടിയൊരു പാട്ടാ, 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ, നമ്മുടെ കാർമുകിൽ വർണ്ണന്റെ അല്ലേ? കൃഷ്ണ 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 കൃഷ്ണ. നിങ്ങളുടെ ആ ഒരു സോങ് നമുക്ക് കേൾക്കാം. മഴവിൽ മനോരമയിൽ പാടിയിട്ടുള്ള 17ന്റെ അതൊന്ന് കേൾക്കാം. ചുണ്ടിൻ മൂളിപ്പാട്ടൊന്ന് പാടാൻ വാ, മനസ്സിലെ തോട്ടം കാണാൻ വാ, ഓഹോ ആഹാ, ഓഹോ ആഹാ, നേരത്തെ നേരത്തെ ഞാൻ പോരാ. 17ന്റെ പൂങ്കരളിൽ. ഈ പ്രപ്പോസൽ മെസ്സേജ് എങ്ങനെയാ വരുന്നേ? അത് ബയോയിൽ ഉപ്പാന്റെ നമ്പറാണുള്ളത്, അതിലേക്ക് അരിന്റെ നമ്പർ വെച്ചിട്ട്. അപ്പൊ ഇത് നിങ്ങളുടെ സുമഹാസിതക്ക് അയച്ചു കൊടുത്തേക്ക്. സുമഹാസിതേ നിന്നെ കാത്ത് കാത്ത് ഞാൻ, സുമഹാസിതേ നിന്നെ കാത്ത് കാത്ത് ഞാൻ. കുറേ ആൾക്കാർ പറഞ്ഞ് പെൺകുട്ടിയാണ് ഈ ഗാനമേള ഫീൽഡ് പാട്ടിന്റെ ഫീൽഡിലൊക്കെ ഇറക്കുമ്പോൾ വഴി തെറ്റാൻ എളുപ്പമാണ്. മുസ്ലിം കുട്ടിയല്ലേ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഇതൊക്കെ പറഞ്ഞാൽ അത് തെറ്റല്ല. നമ്മൾ ജീവിക്കുന്ന ഒരു മാർഗം ഇതാണ്. ഒരു കാറ്റായി മഴയായി കിളിവാതിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ, കണ്ണനേ കരിമുകിലംബരനേ മധുരാമൃത മുരളീരവ മഴയുടെ അണയു നീ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633888575. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമാണ്. ഈ ഒരു കുട്ടീനെ വയനാട്ടുകാരുടെ സ്വന്തമാണ്, ഇപ്പം നമ്മുടെയൊക്കെ കൂടി സ്വന്തമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഭയങ്കര സ്വീറ്റ് ആയിട്ട് പാടുന്ന നല്ലൊരു മോളാണ് നമ്മുടെ കൂടെ ഉള്ളത്. മിൻഹ ഫാത്തിമ അല്ലേ? ഹലോ ഹലോ ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ മിൻഹ. നമ്മുടെ മിൻഹേനെ മാത്രം ഇങ്ങനെ കാണുമ്പം എല്ലാവരുടെയും ഒരു ചോദ്യം ഉണ്ടാവും, ഒരാൾ ഭയങ്കര മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയത് ആരാണ്? ഉപ്പയാണ്. ഉപ്പയും മിൻഹയാണ് ഇപ്പോഴത്തെ താരങ്ങള്. ഉപ്പ എവിടെയെന്ന് നിങ്ങൾ ചോദിക്കും, ഞാൻ അതിനുള്ള ഉത്തരം തരാം. ഉപ്പ ഇവിടെ തന്നെയുണ്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഉപ്പനെയും കൂടി ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് മിൻഹക്കുട്ടീന്റെ വിശേഷങ്ങളിലൂടെ പോവാം അല്ലേ? ഓക്കെ മിൻഹ, എന്തോ ഒരു എനർജി കുറവുണ്ടോ? ഇന്നോ ഒരു പാട്ട് പാടി എനർജി വരുമോ? അങ്ങനെയെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് മിൻഹ പാടിയിട്ടുള്ള, ചെറുപ്പത്തിൽ പാടിയൊരു പാട്ടാ. 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ, നമ്മുടെ കാർമുകിൽ വർണ്ണന്റെ അല്ലേ? ആ പാട്ട് തന്നെ ഫസ്റ്റ് കേൾക്കാം. ഓക്കെ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകി ഉണർത്താൻ മറന്നു കണ്ണൻ. കൃഷ്ണ 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 കൃഷ്ണ. സൂപ്പർ മിൻഹ.
മിൻഹ, കണ്ണു തട്ടാതിരിക്കട്ടെ. മാഷാ അല്ലാ, എന്തൊരു പാട്ടാ മിൻഹ. ഈ ഒരു കൃഷ്ണ എന്നൊക്കെയുള്ള വിളിക്കുമ്പം ഭയങ്കര ഫീലാണത്. ഫീൽ ചെയ്തിട്ട് പാടുന്ന പോലെ ഉണ്ട്. ഈ പാട്ട് കേട്ടിട്ടാണോ ചിത്ര ചേച്ചി എന്ന് കരഞ്ഞത്? അതെ. എന്തായിരുന്നു ആ ഒരു അനുഭവം? അനുഭവം ഭയങ്കരം തന്നെയായിരുന്നു. കാരണം അത്രയും വലിയ ലെജൻസ്, അതും ചിത്രാമ്മ പാടിയ സോങ് ഞാൻ ആ വേദിയിൽ പാടുക. ഞാൻ അത്ര ചെറുതാ. അപ്പോൾ അങ്ങനെ പാടിയത് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കത് പാടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. കൃഷ്ണ പാടി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും അതിശയം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കരയണോ അത് സപ്പോർട്ട് ചെയ്യണോ അറിയുന്നില്ല. അങ്ങനത്തെ ഒരു ഇതിൽ ആയപ്പോൾ ഭയങ്കര നമുക്കും ഉള്ളിൽ വല്ലാണ്ട് പാടി തീർത്ത് കഴിഞ്ഞു. അതും ആ ഒരു പാട്ടിന് അത്രയും ഫീലുണ്ട്. പിന്നെ അപ്പോൾ പാടി തീർത്ത് കഴിഞ്ഞതിന്റെ സന്തോഷവും സങ്കടമൊക്കെ കൂടി ഉണ്ടായിരുന്നു. ശരിക്കും ചിത്രാമ്മ എന്താ അന്ന് ശരിക്കും പറഞ്ഞു മിൻഹന്റെ അടുത്ത്? ഇത്ര വലിയ തൊട്ടാവാടി കുഞ്ഞാണോ മിൻഹക്കുട്ടി എന്ന് ചോദിച്ചു. അപ്പോ ശരിക്കും അവരുടെ ചിത്രാമ്മന്റെ സ്നേഹം അത്ര ഉണ്ട്, മക്കളോട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഈ ഒരു പാട്ട് ആ ഒരു 6ാം ക്ലാസ്സിൽ, എത്രാം ക്ലാസ്സിലായിരുന്നു മിൻഹ അന്ന്? ഞാനന്ന് 6th 7th ആ ഒരു ടൈമായിരുന്നു. 6th 7th 10 11 12 വയസ്സ്. ആ വയസ്സിന്റെ ഇടയ്ക്ക് ഇത്രയും പിച്ച് വരുന്ന ഒരു പാട്ട് പാടാനുള്ള ഒരു ധൈര്യം എങ്ങനെ എടുത്തു? എല്ലാം ഉപ്പയാണ് നമ്മുടെ എല്ലാം അല്ലേ? ശരിക്കും നമ്മുടെ മിൻഹക്കുട്ടി ഇപ്പൊ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഇപ്പൊ ഞാൻ 12th എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നു. പിന്നെ ഇനി ഡിഗ്രിക്ക് ചേർന്നു. ഒരു കാര്യം പറയട്ടെ, മിൻഹ നന്നായിട്ട് പഠിക്കും. ഇപ്പൊ അവൾക്ക് +2 5 A+ ഉണ്ട് അല്ലേ? ഇത് വലിയൊരു കാര്യമാണ്. പാടുക മാത്രമല്ല, പഠിക്കാനും മിടുക്കിയാണ് അല്ലേ മിൻഹ? ശരിക്കും ഈ പാട്ടിലേക്ക് വരാനുള്ള ഒരു വഴി അല്ലെങ്കിൽ പാടാനുള്ള ഒരു പ്രചോദനം എങ്ങനെ വന്നു? അത് ഉപ്പ കണ്ടെത്തി ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ളത്. ബട്ട് ആ ഒരു ടൈമിൽ ഞാൻ ചെറുതായിരുന്നു, അക്ഷരങ്ങളൊന്നും അറിയില്ല. എന്നെ ചേർക്കണം എന്നുണ്ട് മ്യൂസിക്കിന്, എന്നാലും എനിക്ക് അക്ഷരങ്ങൾ അറിയില്ല. അക്ഷരങ്ങൾ അറിഞ്ഞാലല്ലേ സാരി ഗമ പധ നീസ ഇതെനിക്കും പഠിക്കാനും പാടാനും പറ്റൂ. അത്ര ചെറുതായിരുന്നു ഞാൻ, എനിക്ക് അക്ഷരങ്ങൾ അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ പോയി ഇങ്ങനെ കേട്ടിരിക്കും, എന്നെ കൊണ്ടുപോകും, എല്ലാത്തിനും സപ്പോർട്ടാ, ഭയങ്കര സപ്പോർട്ടാ. ശരിക്കും മ്യൂസിക് പഠിച്ചിട്ടില്ലേ മിൻഹ? ഞാനിപ്പോ 12 വർഷമായി പഠിക്കുന്നുണ്ട്. 12 വർഷം റീസെന്റ് ഞാൻ ഹിന്ദുസ്ഥാനിയാണ് പഠിക്കുന്നത്. അപ്പൊ 12 വർഷമായിട്ട് ഹിന്ദുസ്ഥാനി പഠിച്ചോണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ റീസെന്റ് ഹിന്ദുസ്ഥാനി പഠിക്കുന്നു. 5-6 വർഷം കർണാട്ടിക് പഠിച്ചു. ഇപ്പം ഇൻസ്റ്റഗ്രാം എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെ റീൽസ് ഒക്കെ നന്നായിട്ട് വൈറലാണ് അല്ലേ? ഇപ്പൊ നല്ല രസമാണ് മിൻഹക്കുട്ടിയുടെ ഓരോ പാട്ടും കേൾക്കാൻ, അതായത് റീൽസ് ഇടുന്നതെല്ലാം. ഇപ്പം ഭയങ്കര റീച്ചായിട്ട് പോയ ഒരു ഇതാണ് ചെസ്സൂപ്പർ, ആ ഒരു സോങ് അല്ലേ? ആ നല്ല ഒരു ഭയങ്കര രസം ഉണ്ടായിരുന്നു ആ പാട്ട് കേൾക്കാൻ. ആ പാട്ടൊന്ന് പാടാവോ? ഓക്കെ. ഈ പാട്ട് പെട്ടെന്ന് തീരല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോ തന്നെ നിർത്തി കഴിഞ്ഞു. അതിന്റെ ഒരു പോർഷൻ ആണത്, ഭയങ്കര റീൽ. ഈ ഒരു പോർഷനിലാണ് അത് അങ്ങനെ വൈറൽ ആയത്. അത് മാത്രം ബേസ് ചെയ്തിട്ട് അത് മാത്രം പാടി. ഞാൻ ഈ പാട്ട് നോക്കുന്ന മീൻസ് കാണുമ്പോ ഒരു സുന്ദരിയായ ഒരു കൊച്ച്, സുന്ദരിയായിട്ടുള്ളൊരു കൊച്ച് നല്ല സുന്ദരമായി പാടുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും ഈ കൊച്ചൊക്കെ ഏതാണ് അന്ന് എനിക്ക് തോന്നുന്നു ഇത്രയ്ക്ക് അങ്ങോട്ടേക്ക് വന്നില്ല ഇത്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ നമുക്കൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ പെൺകുട്ടികൾ, ഗേൾസോ ലേഡീസോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാട്ടോ, എനിക്ക് എന്താ നിങ്ങളുടെ ഇഷ്ടം. അതെ. അപ്പം അത് നമ്മൾ കാണുമ്പോൾ ഞാൻ തന്നെ കരുതി എന്തൊരു സുന്ദരമായി കൊച്ച്, എന്തൊരു നന്നായി പാടുന്നു എന്നൊക്കെ എനിക്ക് തോന്നി വരെ പോയി. അപ്പോൾ ഈ ഒരു കമന്റ്സും അതുപോലെ തന്നെ വളരെ മാരകമായിട്ടുള്ള കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. ശരിക്കും എങ്ങനെയാണ് മോക്ക് വരുന്ന കമന്റ്സ്? അതായത് ഇപ്പൊ ഈ ഒരു പ്രായമൊക്കെ കണക്കിലെടുക്കുകയാണെങ്കിൽ അല്ലേ, ബോയ്സിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാവും, അതൊക്കെ എങ്ങനെ വരുന്നൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? മീൻസ് ഒന്നാമത് ഒരുപാട് പ്രണയാഭ്യർത്ഥനകൾ വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ കണ്ടു കമന്റ്സ് ഒക്കെ. അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? അതൊക്കെ എങ്ങനെയൊക്കെ നോക്കി കാണുന്നു? എന്താ അതിന്റെ ഒരു പിന്നിലെ കഥ? ഇൻസ്റ്റാഗ്രാം റിക്വസ്റ്റ് ഒക്കെ ഞാൻ എന്റെ വാപ്പാന്റെ മുന്നിൽ നിന്നാ തുറക്കണേ. ഇനി ആരെങ്കിലും കമന്റ് ഇടാണെന്നുണ്ടെങ്കിൽ അഥവാ മെസ്സേജ് ഇടാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചും നോക്കിയും സൂക്ഷിച്ചും കണ്ടു വായിക്കാം.
ശരിക്കും അങ്ങനത്തെ കമന്റ്സും മെസ്സേജ് ഒക്കെ വരാറില്ലേ? മെസ്സേജ് അങ്ങനെ വരാറുണ്ട്. പക്ഷെ ഞങ്ങളത് അതിൻ്റെതായ രീതിയിൽ എടുക്കും. മീൻസ് ഒരു തമാശ എന്നുള്ള രീതിയിൽ എടുക്കും. അതുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ എടുക്കും. പിന്നെ എന്താ പറയുക, തമാശ ആണെങ്കിൽ പോലും അങ്ങനത്തെ കമൻസൊക്കെ അയക്കണേനും ഇതാക്കണേനും ഒരു പരിധി ഉണ്ട്. കാരണം നമുക്കുണ്ട് ഫാമിലി, അവർ നമ്മളെ പറ്റി എന്താ വിചാരിക്കുക, ഒരു മോശം വിചാരിക്കുമല്ലോ. സോ ഞാൻ അങ്ങനെയല്ല. എന്നാൽ പോലും എൻ്റെ ഉപ്പാൻ്റെ മോള് എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ നിൽക്കണം. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കാൻ പറ്റും. സോ ആരും കാണാണ്ട് പോണതുമല്ല, ഒന്നുമല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് ശരിക്കും. എങ്ങനത്തെ, അതായത് ഒരു പരിധി എന്ന് പറഞ്ഞാൽ പരിധിയിൽ വിട്ട് എന്താ ശരിക്കും വരുന്നത്? അങ്ങനെ ഫീൽ ചെയ്യാൻ മാത്രം കമന്റ്സോ മെസ്സേജോ എന്താ അത്? മെസ്സേജ് ആയാലും കമന്റ്സ് ആയാലും ചിലർ പറയും ഈ മൂക്കുത്തീൻ്റെ കാര്യത്തിൽ പറയാം. അത് ഓൾറെഡി ഉണ്ട്, വീഡിയോസിലൊക്കെ ഉണ്ട്, കുറേ ഉണ്ടായിരുന്നു മൂക്കുത്തി. അതൊന്നും ഞാൻ വലിയ വിഷയമായിട്ട് എടുക്കുന്നില്ല. പിന്നെ എന്താ പറയുക, ഈ പ്രപ്പോസൽ മെസ്സേജ് എങ്ങനെയാ വരുന്നത്? അത് ബയോയിൽ ഉപ്പാൻ്റെ നമ്പറാണ് ഉള്ളത്. അതിലേക്ക് അരിൻ്റെ നമ്പർ അയച്ചിട്ട് അതിലേക്കാണ് മെസ്സേജ് അയക്കുക ആൾക്കാർ. ഇപ്പൊ ഞാൻ ഈ അടുത്ത് സുമഹാസിതയെ പറഞ്ഞ സോങ്ങില്ല, അത് പാടി നിങ്ങളുടെ സുമഹാസിതയൊക്കെ അയച്ചു കൊടുത്തേക്കെന്ന് ഞാൻ പറഞ്ഞു. അതില് ഒരു 10-15 ആൾക്കാർ ആ വീഡിയോസ് തന്നെ എനിക്ക് തന്നെ അയച്ചു തരാം. അവരൊക്കെ സുമഹാസിത ഞാനാണ്. അപ്പൊ എന്താ റീപ്ലൈ കൊടുക്കും ഉപ്പ? ഞാൻ എടുക്കൂല, അതൊന്നും ഞാൻ കണ്ട അവിടെ അങ്ങനെ വെക്കും. ഉപ്പച്ചിനോട് പറയും ഇങ്ങനെ എല്ലാവരും എനിക്ക് അയക്കണപ്പാ. ഉപ്പച്ചി അത് തമാശന്റെ രീതിയിൽ എടുക്കും. പിന്നെ ഇങ്ങനെ മെസ്സേജ് വരും, ഇനി നിങ്ങൾ പാടുമ്പോൾ ഞങ്ങൾ മെൻഷൻ ആക്കണം കേട്ടോ, എന്നെ മെൻഷൻ ആക്കണം കേട്ടോ, നീ പാടുമ്പോൾ ഇനി എന്നെ മെൻഷൻ ആക്കണം കേട്ടോ. അപ്പോൾ ഉപ്പച്ചി ചെയ്യുക എന്താ അറിയോ, ഉപ്പച്ചി ഇപ്പാൻ്റെ വാട്സപ്പ് ഓണാക്കിയിട്ട് ഒരു വോയിസ് അങ്ങോട്ട് വിടും, ഓക്കെ മക്കളെ എന്നുള്ള രീതിയിൽ. ആ കാര്യം ഞാൻ ഏറ്റു. അപ്പൊ അങ്ങനെ അതിലിടുമ്പോ ഒരു ഓക്കെ അല്ലെങ്കിൽ ഒരു തംസ് അപ്പ്, ആ രീതിയിൽ അവിടെ തീരും. ഓക്കെ, ഇനി നമുക്കിപ്പോ പറഞ്ഞ എന്താ സുമഹാസിതെ അല്ലെ, അതിലൊരു ഡയലോഗ് അടക്കമാണ് മിൻഹ പറയുന്നതും പാടുന്നതും അല്ലെ. അതൊന്ന് ഡയലോഗോട് കൂടിയിട്ട് അത് നമുക്കിത് കേൾക്കാം. ഇനി ഇത് എനിക്ക് അയച്ചു തരുമോ? അതെ. അപ്പൊ ഇത് നിങ്ങളുടെ സുമഹാസിതക്ക് അയച്ചു കൊടുത്തേക്ക്. സുമഹാസിതേ നിന്നെ കാത്ത് കാത്ത് ഞാൻ, സുമഹാസിതേ നിന്നെ കാത്ത് കാത്ത് ഞാൻ, രാപ്പകലുകളായി അതിശയ പ്രേമ തേയോ തലയുകയായി, രാപ്പകലുകളായി അതിശയ പ്രേമ തേയോർ തലയുകയായി. ഈ പാട്ട് കേട്ടിട്ട് അയച്ചു തന്നതിൽ ഒന്നും പറയാനില്ല മോളെ. കാരണം ഈ പാട്ടൊക്കെ പാടുമ്പോൾ നമുക്കൊക്കെ അല്ലേ സ്വാഭാവികമാണ് അയച്ചു പോവും അങ്ങോട്ടേക്ക്. അങ്ങനെ അയച്ചതായിരിക്കും അവരും അല്ലേ. അതായത് ഇപ്പൊ നമുക്ക് ഫോൺ ത്രൂ വരുന്നതാണ് ഇപ്പൊ ഉപ്പയുടെ അടുത്ത് എത്തുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഉപ്പ ഇല്ലാത്ത സമയം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴും ഉണ്ടാവുമല്ലോ. അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അപ്പൊ മിൻഹ? അത് ഞാൻ അവരോടൊന്നും പറയില്ല, അവർക്കൊന്നും പറയില്ല, ചിരിച്ചങ്ങോട്ട് വിടും. കാരണം എനിക്ക് അങ്ങനെ ഒറ്റയടിക്ക് അങ്ങോട്ട് പറയാൻ എനിക്ക് അറിയില്ല. ഇഷ്ടമല്ല എന്ന് പറയാനും ഇഷ്ടമല്ല എന്ന് ഒന്നും ഞാൻ പറയില്ല. കാരണം ഞാൻ ആലോചിക്കാൻ എന്താ പറയുക, അവർക്കത് ഫീലായാൽ അവർക്കത് ഫീലായാലോ. പിന്നെ നമ്മൾ പറയുമ്പോഴും നമുക്ക് അത് ശ്രദ്ധിക്കണമല്ലോ, നമ്മൾ നാക്കുന്ന വരുന്ന കാര്യമല്ലേ. സോ അത് അവർക്ക് ഫീൽ ആവരുതല്ലോ. സോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാനൊന്നും ഇല്ല. ഇഷ്ടമല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് തന്നെ പറയണം. കാരണം അവരിൽ ഒരു പ്രതീക്ഷ അവർക്ക് നമ്മുടെ ഇതൊന്ന് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും ഞാൻ അപ്പോൾ ബിഹേവ് ചെയ്യുക. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഉപ്പാനോട് പറയും, ഉപ്പാ ഇന്ന് എന്നോട് ഇങ്ങനെ ഒരു സെക്കൻഡ് ചോദിച്ചുപ്പാ എന്താ ഞാൻ പറയണ്ടേ. അത് എന്നോട് പറയാം എന്താ അറിയോ, അതൊന്നും നീ ഇപ്പം ഒന്നും ആലോചിക്കണ്ട, പിന്നെ കല്യാണം കഴിയട്ടെ, അല്ല കുറച്ചുകൂടി വലുതായിട്ട് അങ്ങനെ അവനൊരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ അതിനുള്ള പ്രായമല്ല, മനസ്സിലായല്ലോ. ഇപ്പോൾ വലുതായിട്ട് നമുക്കിപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവനങ്ങനെ ഇഷ്ടം നമുക്ക് നോക്കാം, അങ്ങനത്തെ ഞാൻ പറയാം. അതൊക്കെ ഉപ്പയുടെ പറഞ്ഞില്ല, കാര്യമായി വരുമ്പോ ഉപ്പ കൊടുത്തത് ആണെന്ന് ഇവിടുന്ന് പറയാം. അതെ അതെ അതെ, പിന്നെ അതൊക്കെ ഒരു തമാശ, ഈ ഒരു ജനറേഷന്റെ തമാശയായിട്ടേ കാണുന്നുള്ളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ശരിക്കും ഒരു വേദിയിൽ പാടിയിട്ട് ഉപ്പ എന്തായാലും ഒരു കാണി
ആയിട്ട് ഉപ്പ എന്തായാലും ഫസ്റ്റ് സീറ്റിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ അപ്പൊ അങ്ങനെ പാടിയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പാട്ട് ഉപ്പ വരെ വന്നിട്ട് നന്നായിട്ട് പാടി മിൻഹ എന്ന് പറഞ്ഞൊരു പാട്ട് ഏതായിരിക്കും? അനുരാഗലോലകാത്രി വരവായി നീലരാത്രി നിനവിൻ മറந்த ചഷകം നിനവിൻ മറந்த ചഷകം നെഞ്ചിൽ പതിഞ്ഞ രാത്രി അനുരാഗലോലകാത്രി വരവായി നീലരാത്രി. ഈ പാട്ട് പാടുമ്പോഴാണ് ഉപ്പക്ക് അല്ലേ ഭയങ്കര ഇഷ്ടം. ഞാൻ പാടുന്ന പാട്ടിൽ എനിക്ക് എൻ്റെ ഉപ്പാക്ക് ഇഷ്ടം ഈ പാട്ട്. അതെ അല്ലെ, ഉപ്പയുടെ ചോയ്സ് തന്നെ ആയിരുന്നോ ഈ പാട്ട്, അല്ലെങ്കിൽ മോളായിട്ട് പാടിയതായിരുന്നോ? ആ ഉപ്പച്ചി പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ധ്വനി മൂവിയിൽ ഇങ്ങനെ ഒരു സോങ് ഉണ്ട്, കേട്ടാല്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. അപ്പൊ ഉപ്പാക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ എന്നോട് ഇടയ്ക്കിടയ്ക്ക് വേദികളിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പറയും. പിന്നെ ഇപ്പത്തെ ഈ ഒരു എന്താ പറയാ കുറച്ച് അടിപൊളിയാണ് റാപ്പൊക്കെ ആണല്ലോ അല്ലേ. സോ എവിടെ ഇപ്പോൾ റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാലും പിന്നെ ഒരു അൺപ്ലഗ്ഡ് മോഡലിൽ ഈ അനുരാഗലോലകാത്രിയൊക്കെ ചെയ്യും. അൺപ്ലഗ്ഡ് മോഡല്. ബാക്കി പ്രോഗ്രാംസിനൊക്കെ പോയി കഴിഞ്ഞാല് അങ്ങനെയാണ്, ഒരു റാപ്പ് മോഡലാണ് ഇപ്പൊ ഈ റാപ്പ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും മിൻഹയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റാപ്പ് സിംഗർ ആരായിരിക്കും? അത് വേടൻ തന്നെയാണ്. വേടനുള്ളൊരു ഫാൻസ് അല്ലേ? വേടനായിട്ട് ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ വേടനെ? ഇതുവരെ കണ്ടിട്ടില്ല. കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. എന്താ പറയാ, ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ ആള് ഭയങ്കര പൊളിയാണ്, നല്ല ക്യാരക്ടറാണ്. ആ രീതിയിലാട്ടോ. ആസ് എ സിംഗർ എന്ന നിലയിൽ ഇഷ്ടമാണ്. ബട്ട് കൂടുതൽ അതിലെക്കാട്ടും ഉപരി എനിക്ക് ക്യാരക്ടർ ഭയങ്കര നൈസ് ക്യാരക്ടർ. ഓക്കെ, അപ്പൊ ഈ ഒരു സിംഗർ വൈസിൽ ഏറ്റവും, അതായത് പാട്ടിന്റെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ശ്രേയ ഘോഷൽ. ശരിക്കും ശ്രേയ ഘോഷലിന്റെ ഒരു ഫേസ് കട്ട് ഉണ്ട് മിൻഹക്ക്. എവിടെയോ ഉണ്ട്, ആരെയും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് മഴവില്ല് ടൈമില് അവിടുന്ന് ഇങ്ങനെ കമന്റ് ഒക്കെ വരും. ഉണ്ട്, എവിടേക്കോ ഒരു ശ്രേയ ഘോഷലായിട്ട് നേരിട്ട് കാണുമ്പോഴാണോ എന്ന് എനിക്ക് അധികമായിട്ട് തോന്നുന്നത്. നേരിട്ട് കാണുമ്പോൾ ഒരു ശ്രേയ ഘോഷലിന്റെ ഒരു സൈഡൊക്കെ ഉണ്ട്. ഞാന് അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ട് കേട്ടൊരു പാട്ടായിരുന്നു, മറ്റേ കുറച്ച് പേടിപ്പെടുത്തിയൊരു പാട്ടായിരുന്നു, വെള്ളലി ബാസിൻ. ഓക്കെ, ആ പാട്ടൊന്ന് നമുക്ക് കേൾക്കാം. നമ്മുടെ മിൻഹക്കുട്ടി നമുക്ക് വെള്ളലി ബാസിൻ ആ ഒരു സോങ് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പാടിത്തരും. അത് ആ സോങ്ങില് എഴുതിയ മുക്താറിന് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സത്യമായിട്ട് എനിക്കും അറിയില്ലായിരുന്നു അതിന്റെ സൃഷ്ടാവ് പുള്ളിയാന്നുള്ളത്. എല്ലാം ആ ഒരു പാട്ട് എഴുതുന്നതിൽ മൂപ്പർക്ക് പിന്നിലൊരു കഥയുണ്ട് എന്നുള്ളത് ആ ഒരു റീലിന്റെ കമന്റ് ബോക്സ് പിൻ ചെയ്ത് വെച്ച കമന്റ് എടുത്ത് നോക്കിയാൽ അറിയാം. നമ്മുടെ മരണത്തിനെ അവര് വിവാഹമായിട്ടാണ്. അത്ര അവസാനത്തെ ആഘോഷമാണത്. സത്യം, അവസാനത്തെ ആഘോഷം. സോ നമ്മുടെ മരണത്തിന് അത്രയും ഒരു മംഗല്യത്തിന് സമമായിട്ടാണ് മൂപ്പര് അതില് പുടവേ അണിഞ്ഞ് മണവാളൻ ചമയണം. ശരിക്കും സ്റ്റോറി കേട്ടപ്പോൾ സ്റ്റോറി കുറച്ചേ ഉള്ളൂ. അതിൽ കമൻറ്റിൽ പോയി നോക്കിയാൽ പിന്നെ ഇത് വെച്ച കമൻറ്റ് കണ്ടാൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സാക്രിഫൈസ് ചെയ്തു ആൾ ഈ ഒരു സോങ് എഴുതാൻ. എനിക്കും അത് കേട്ടപ്പോൾ എനിക്കെന്താ മറുപടി പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു ആ ടൈമിൽ. ജസ്റ്റ് ഇമോജി ഇട്ടിട്ട് ഞാനത് അവിടെ നിർത്തി. കാരണം എനിക്കൊന്നും പറയാൻ പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ആ മൂപ്പരായ ഒരു സോങ് എഴുതിയത്. ഓക്കേടാ, അപ്പൊ നമുക്ക് നമ്മുടെ മിൻഹക്കുട്ടിയുടെ വെള്ളലിബാസിൻ പുടവയാണ് ഞാൻ പാട്ടാന്ന് കേൾക്കാം. വെള്ളലിബാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തറ് പൂശി തന്നിടണം, ആറുകാൽ തേരിലേറി തോഴരുമൊത്തെഴുന്നള്ളേണം, ആരവമായി കലിമത്തിൻ മാധുരിയെന്നു മുഴങ്ങേണം, വെള്ളലിബാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയണം,
വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തറ് പൂശി തന്നിടണം. സൂപ്പർ. ഇത് ശരിക്കും നമുക്ക് ഈ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ അല്ലേ തോന്നിപ്പിക്കും. പ്രത്യേകിച്ച് നിങ്ങളെ പോലത്തെ ഉള്ള അസാധ്യമായിട്ടുള്ള സിംഗേഴ്സിന്റെ വയലിൻ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര ഫീൽ തോന്നും. അധികം ആൾക്കാരും ഈ വീഡിയോ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഈ സോങ്ങിനെ പറ്റിയിട്ട്. എന്നാലും എനിക്കിത് ഇൻ മൈ ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഉള്ളിൽ തട്ടി. എനിക്ക് അങ്ങനത്തെ സോങ്ങുകൾ വേഗം ഉള്ളിൽ തട്ടിയ സാധനം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പറ്റുന്നുള്ള സാധനം മാത്രമേ ഞാൻ റീൽ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് പിന്നെ റിക്വസ്റ്റ് ഉണ്ടാവും. പുതിയ പുതിയ സോങ്സ് വരുമ്പോൾ ഓഡിയൻസ് സൈഡിൽ നിന്ന് കുറേ റിക്വസ്റ്റ് ഉണ്ടാവും. സോ അങ്ങനെ അങ്ങനെയൊക്കെ അല്ലേ ഈ ഒരു ശരിക്കും ഇങ്ങനെയൊക്കെ നമുക്കൊരു ഇപ്പം തട്ടൊക്കെ ചുറ്റി നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ പാടുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഒരു പുതുമാട്ടി എന്നൊക്കെ ഒരു മണവാട്ടി ലുക്കൊക്കെ തോന്നൂല്ലേ? അങ്ങനെ ഒരു എനിക്ക് കാണാൻ നാണം എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് മാച്ച് ചെയ്തിട്ട് നമ്മളിപ്പോൾ മറ്റേ കൊലുസ് കെട്ടിയ അല്ലെ ആ പാട്ട് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഈ കോസ്റ്റ്യൂമിൽ ഒന്നും കൂടി നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് മിൻഹയുടെ കൊലുസ് കെട്ടിയ ആ പാട്ടൊന്ന് കേൾക്കാം. കൊലുസു കെട്ടിയ സുവർണ സുന്ദരി ചിഞ്ചിലും ചിഞ്ചിലമോടെ മധുര നൊമ്പരമുതിരും പാട്ടിൻ നിശല് കൊണ്ടുവാ. മണക്കും അത്തറ് പറക്കും തിന്നലിൽ ഉലയും തട്ടത്തിൻ നീളെ ഉദിച്ച നക്ഷത്രമുത്തുകൾ തോറും പ്രണയം കൊണ്ടുവാ. അഴകിൻ വസന്തമേ അനുരാഗരൂപിണി ചന്ദ്രിക ചാരിൽ കുളിച്ചുവാ. നീ ലൈലയും മജനുമായിടാം ചന്ദനക്കാറ്റിൽ ഒഴുകുവാൻ. നീ സൂരയും മജിദുമായിടാം ലാവുദിക്കണ നേരമായിതാ. പ്രിയ സാജിത മാല കോർത്തു ചാർത്തിടാ. മാറിലായി ചാഞ്ഞിടാ. ഓർത്ത് വെച്ച ബെയ്ത്ത് പാടിടാ. ഈ സ്കൂളിലൊക്കെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒക്കെ എന്തൊരു സുഖ, ഫാമിലിക്കും ഒക്കെ അല്ലേ? ഇങ്ങനെ ഒരു നമുക്കൊക്കെ ബോറടിച്ച് സാഡ് അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ മിൻഹ ഒരു പാട്ട് പാട് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ ആരെങ്കിലും പഠിപ്പിക്കാറൊക്കെ ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അനിയത്തിമാര് അനിയത്തിമാര് നന്നായിട്ട് പാടും കേട്ടോ. ഞാൻ ആ വീഡിയോയിൽ കണ്ടു. അനിയത്തിമാരെ അവർക്ക് ഒന്നാമത് ജനറേഷൻ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആണല്ലോ, അവർക്ക് അവരുടേതായ ഒരു വൈബിന്റെ സോങ് ഉണ്ട്. അപ്പൊ എന്നോട് ഇങ്ങനെ പറയും ആ പാട്ട് പാടുമോ, ഈ പാട്ട് ഒന്ന് പാടുമോ, ജസ്റ്റ് ഒന്ന് പാടിയാൽ മതി എന്ന് പറയും. അവരെന്നെ എന്നോട് ഇങ്ങോട്ട് പറയും. അപ്പോൾ പാടിക്കൊടുക്കും. അങ്ങനെ പിന്നെ കസിൻസ് പറയും. പിന്നെ ടീച്ചേഴ്സിന് തന്നെ ഭയങ്കര കാര്യം. സ്കൂളിൽ ഇപ്പോൾ പ്രെയർ ആണെങ്കിലും ഇപ്പം എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക, ഭയങ്കര കാര്യമാണ്. ടീച്ചേഴ്സിനായാലും ഒരു ടീച്ചർ എന്നില്ല, എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടാണ്. ഭയങ്കര സ്നേഹമുള്ള ടീച്ചേഴ്സും സാറുമാരും HMഉം പ്രിൻസിപ്പളും എല്ലാം അടിപൊളിയാണ്. ടോട്ടലി അടിപൊളിയാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ മിൻഹക്കുട്ടിയുടെ സ്വന്തം ഉപ്പച്ച കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഇതെന്തായത്, ഒരു ടീമായത് ഒരു ഫുൾഫിൽ ആവാന്നൊക്കെ പറയില്ലേ. ഇവിടെ ഒരു ഗ്യാപ്പ് കുറെ നേരമായിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ഇപ്പത്തെ വിശേഷങ്ങൾ? ഇപ്പത്തെ വിശേഷം സുഖാണ്. നമ്മളെ ഇതൊക്കെ അത്യാവശ്യം. അതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങളുടെ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ കാണിക്കട്ടെ? തീർച്ചയായും. ഓക്കെ. പാട്ട് പഠിക്കണം. എനിക്ക് ഉപ്പച്ചീനെ വിട്ടിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഓള് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഓള് പഠിക്കാൻ പോവാ, പക്ഷെ കൂടെ ഞാനും ചെല്ലണം. അപ്പൊ കൂടെ ചെല്ലുന്നത് ഒരു നല്ല ഐഡിയ ആണെന്ന്. കാര്യങ്ങൾ അങ്ങനെയാണ്. മോളെ പാട്ട് പഠിക്കണം, പ്ലീസ് പാട്ട് പഠിക്കുക. ഈ അങ്കിളാണ് റിക്വസ്റ്റ്. എനിക്ക് പറ്റൂല. ഈ ഒരു കുട്ടി പറഞ്ഞ ഒരു സെന്റൻസ്, ഒരു ഉപ്പ ഒരു മകൾ എന്ന് പറയുന്നത് മാഷാ അല്ലാഹ് അതന്നെ അല്ലേ? എന്തൊരു സ്നേഹത്തിലാണ് ഇന്ന്. അപ്പൊ നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമന്റ്സ് എന്താണെന്ന് അറിയോ? ഇന്ന് ഇങ്ങനെ ഒരു ഉപ്പയും മോളും ഉണ്ടോ എവിടെയെങ്കിലും എന്നാണ് അല്ലേ? കരയുന്ന അല്ല, ആ ടൈമിൽ എൻ്റെ കണ്ണിൽ അത് കേൾക്കുമ്പോൾ എനിക്കും എന്താ പറയാ അറിയാണ്ട് കണ്ണിൽ വെള്ളം വന്നു പോകുന്നുണ്ട്. പക്ഷെ എന്താ പറഞ്ഞാൽ ചെറുപ്പം മുതലേ എങ്ങനെയാണ്, അതായത് ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ കൊച്ചിനെ പ്രസവത്തിന് വൈഫ് പോയപ്പോൾ തന്നെ
പിന്നെ ഒരു 2 ദിവസം അവിടെ പോയിട്ട് നിന്ന്. കാരണം കുട്ടികളുടെ പ്രസവത്തിന് കുട്ടികളുണ്ടായപ്പോൾ അപ്പോൾ ഒരു 1.5 വയസ്സുണ്ടാവും. 1.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ 1.5 വയസ്സുണ്ടാവുള്ളൂ. അപ്പോൾ 2 ദിവസം നമുക്ക് ഭാര്യ വീട്ടിൽ അങ്ങനെ പോയി നിൽക്കാൻ പറ്റും, മോശമല്ലേ? പ്രസവിക്കാൻ കൊണ്ടുപോയതാണ്, പക്ഷെ നമുക്ക് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോയതാണ്. അപ്പൊ തന്നെ നമ്മളവിടെ പോയി നിൽക്കുന്നത് മോശമല്ലേ? അപ്പൊ 2 ദിവസം അല്ല ഇവിടെ പോയി, ഇവിടെ കൊണ്ടാക്കാണ്ട് രക്ഷയില്ലല്ലോ, ഞാൻ വർക്കിനൊക്കെ പോണല്ലേ. അപ്പോൾ ഒരു ദിവസം രാത്രി, 2ാമത്തെ ദിവസം രാത്രി ഉണ്ട് എൻ്റെ 2 അളിയന്മാരും വന്ന് വാല് മുട്ടണ്. കുട്ടീനെ പനിച്ചിട്ട് അതേമാതിരി കൊണ്ടു നിൽക്കണേ. ഞാനങ്ങോട്ട് ചെല്ലായിട്ട് എന്നെ കാണാനായിട്ട് പനിച്ച് പറിച്ചു കൊണ്ടത്. പിന്നെ എൻ്റെ കൂടെ തന്നെ ഇരുന്നു. അവള് പ്രസവിച്ച് കഴിഞ്ഞ് വരുന്നവരെ എൻ്റെ കൂടെ. വർക്കിന് പോകുമ്പോ ഞാൻ എൻ്റെ സൈറ്റിൽ കൊണ്ടുപോകും. സൈറ്റിൽ കൊണ്ടുപോയിട്ട് അവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുത്തും. അവിടെ നല്ലൊരു വൃത്തിയാക്കിയിട്ട് സ്ഥലത്ത് നല്ല കണ്ടീഷൻ ആക്കിയിട്ട് അവിടെ ഇരുത്തും. പയ്യൊക്കെ വിരിച്ച് അവിടെ ഇരുത്തി കളിപ്പിക്കും. എന്നിട്ട് വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ച് വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ വരും. അതായത് സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഒരു പായിട്ട് അവിടെ ഇരുത്തും. എന്റെ മോനെ, നിങ്ങൾ അപ്പൊ അന്ന് തുടങ്ങിയ ബോണ്ടാണ്. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ വൈഫ് എപ്പോഴും പറയും, പാല് കുടിക്കാൻ വേണ്ടി മാത്രം ഒന്ന് തിരിയും. അത് കഴിഞ്ഞാൽ നേരെ എൻ്റെ അടുത്തേക്ക് തിരിയല. ഉപ്പൻ്റെ അടുത്തേക്ക് വരും. കുഞ്ഞുനാൾ മുതൽ അത് ഇന്നും ഒട്ടിയും കൊണ്ടാ. ഞാനിപ്പോ ആലോചിക്കണ ഇതിനെ കെട്ടിച്ചു വിടുമ്പോഴുള്ള അവസ്ഥ. ഞാൻ അതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതിന് മുന്നേ ഉപ്പിന്റെ പേരൊന്ന് പറയോ? അഷ്റഫ്. ഉപ്പ ചെയ്യുന്ന വർക്ക് എന്താ ചെയ്യുന്നത്? ഞാൻ കൺസ്ട്രക്ഷൻ വർക്കാണ്, കെട്ടിട പണി. പിന്നെ ഓട്ടോറിക്ഷ അങ്ങനെ സകലകല കിട്ടുന്ന പരിപാടി. സിംഗറാണ്, നമുക്കറിയാം. മിൻഹക്കുട്ടിക്ക് ഈ ഒരു കഴിവ് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഓക്കെ മിൻഹ, ഇപ്പൊ പറയുന്ന എപ്പോഴത്തെ ഒരു കാര്യമാണ് ഉപ്പച്ചില്ലാതെ ഞാൻ പോലും, ഉപ്പ ഇല്ലാണ്ട് പോവില്ല എന്നുള്ളത്. അപ്പം ശരിക്കും കല്യാണമൊക്കെ കഴിച്ചു പോകുമ്പോ ഉപ്പ എന്ത് ചെയ്യും? മിൻഹ എന്ത് ചെയ്യും? കല്യാണം കാരണം പെങ്കൊച്ചാണ് അല്ലേ? അപ്പൊ ഒരു ഘട്ടം നമ്മൾ ഫേസ് ചെയ്തേ പറ്റും. അപ്പൊ എന്താ കണ്ടിരിക്കുന്നത്? അവിടെ ഞാൻ വേറെ എവിടെയും പോവില്ല, അവിടെ അടുത്ത് തന്നെ എനിക്ക് കല്യാണം കഴിക്കണം. അതൊരു കണ്ടീഷൻ ആട്ടോ. നേരത്തെ മറന്നുപോയതാണേ പറയാൻ. അവിടെ അടുത്ത് തന്നെ ആലോചന എനിക്ക് വേണം. അതായത് വീട്ടിന്റെ അടുത്തേക്ക് കല്യാണം കഴിച്ച് പോവുള്ളൂ. അതാകുമ്പോ നമുക്ക് കാണേണ്ട സമയത്ത് കാണാലോ. ഇതിപ്പോ ഞാൻ വേറെ ജില്ലകളിലേക്കൊക്കെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാല് ഞാൻ പ്രശ്നമാവുമല്ലോ എന്നല്ലേ? ശരിയാവുമെന്ന് വിചാരിക്കണം. അതിന് എപ്പോഴും പറയും, വൈഫിനോട് പറയും, നിങ്ങള് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് കുട്ടികളെ അങ്ങനെ കൊഞ്ചിക്കുന്ന. അതിന്റെ ഒരു ഉദാഹരണം, ഞങ്ങളൊരു കുഞ്ഞു നാളിലുള്ളൊരു ഫോട്ടോ കാണിച്ചു തരണോ? കാണിക്കാം. ഞങ്ങൾ ഒരു പാട്ട് കേൾക്കണം. കൂടെ പാടുന്ന ഒരു പാട്ട്. ഈ പ്രായത്തിലൊക്കെ എന്റെ കൂടെ ഒറ്റക്ക് ഊട്ടിയിലേക്കൊക്കെ വന്ന ആളാ. അതായത് ഉമ്മ ഇല്ലാണ്ട് ഞങ്ങൾ 2 മാത്രം തുടങ്ങിയിട്ടുണ്ട് യാത്രകളുണ്ട്. അന്നോ അത് ഫോട്ടോ കാണിച്ചു തരാം. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, കുതിരപ്പുറത്ത്. ആ ഫോട്ടോ ഒന്ന് ക്യാമറയ്ക്ക് സൂം ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ 2 കൂടി, നിങ്ങൾ 2 പേരും കൂടി അല്ലേ ഒരു ട്രിപ്പ് അടിച്ചു. അതായത് 1.5 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ഊട്ടിയിൽ പോയി ഒറ്റയ്ക്ക്. കുതിരപ്പുറത്തോ ഒരു കുതിരപ്പുറത്ത് ഇരുത്തി അതിരിക്കുന്നുണ്ട് നന്നായിട്ടല്ലേ? അവർക്ക് അവന്റെ ഉപ്പ മതി. എവിടെയാണെങ്കിലും ഏതിന്റെ പുറത്ത് വേണമെങ്കിലും ഇരിക്കാൻ റെഡിയാ അല്ലേ? എനിക്ക് നിങ്ങളുടെ ആ ഒരു സോങ് നമുക്ക് കേൾക്കാം. ഏതാ? മഴവിൽ മനോരമയിൽ പാടിയിട്ടുള്ള 17ന്റെ അതൊന്ന് കേൾക്കാം. ഓക്കെ. അഴകില്ലേ അഴകില്ലേ ചെമ്പൂവിന്നൂരഴകില്ലേ അതിലേറെ നിന്നെ കാണാൻ അഴകല്ലേ വണ്ടൻ വീട്ടിൻ കൂടുള്ള വണ്ടേവാ ചുണ്ടിൻ മൂളിപ്പാട്ടൊന്ന് പാടാൻ വാ മനസ്സിലെ തോട്ടം കാണാൻ വാ ഓഹോ ആഹാ ഓഹോ ആഹാ നേരത്തെ ഞാൻ പോരാ 17ന്റെ പൂങ്കരളിൻ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതിൻ്റെ പൂങ്കനവിൻ മാറത്ത് നീ തൊട്ട മറുകാണ്
സൂപ്പർ. എന്താ കണ്ണിനും കാതിനും കുളിർമയാണ് നിങ്ങളെ കാണുമ്പോ, നിങ്ങളുടെ പാട്ട് കേൾക്കുമ്പോ അല്ലേ? ശരിക്കും ഉപ്പ ഇപ്പൊ മിൻഹ നന്നായിട്ട് പാടുന്നു. അപ്പൊ മിൻഹനെയും കൊണ്ടിട്ട് ഇനി മുന്നോട്ട് ഇങ്ങനെ ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. എല്ലാം നമ്മൾ ഓക്കെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ശരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് ഈ മോളെയും കൊണ്ട് പോകുമ്പോ ഉപ്പ കൊറേ അല്ലേ കൊറേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അല്ല, ഒരു മോള് ഫസ്റ്റിൽ തന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ പാടാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്നോട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പറഞ്ഞ് പെൺകുട്ടിയാണ് ഈ ഗാനമേള ഫീൽഡ് പാട്ടിൻ്റെ ഫീൽഡിലൊക്കെ ഇറക്കുമ്പോൾ വഴി തെറ്റാൻ എളുപ്പമാണ്. പക്ഷേ നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞതാ, മോളെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പാനൊരു കാരണവശാലും പറയിപ്പിക്കരുത്. എൻ്റെ മോളോട് ഞാനൊരു പ്രോമിസ് വാങ്ങിയിട്ടുണ്ട്, ഇത് വേറെ ഈ നിമിഷം വരെ എൻ്റെ മോളത് പാലിച്ചിട്ടുണ്ട്. തെറ്റിച്ചിട്ടില്ലാണ്ട് നിൽക്കുകയാണ്. പിന്നെ അതായത് എവിടെ പോവാണെങ്കിലും എൻ്റെ കൂടെ തന്നെ. അത് പിന്നെ സ്റ്റേജിലാണെങ്കിലും ഞാനൊന്നും പറയുന്നത് നിങ്ങളെവിടെ പോയത്, ഞാൻ ഒറ്റക്കല്ലേ എന്ന രീതിയിൽ ഇതാക്കും. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ എൻ്റെ മോളത് തെറ്റിച്ചിട്ടില്ല ആ ഒരു ഇത്. കാരണം ഇപ്പോൾ ആർക്കും അതിനെക്കുറിച്ച് പറയാനില്ല, നമ്മൾ നല്ല രീതിയിൽ. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയും പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പാട്ട് പാടുന്ന കുട്ടികൾ മോശമാണ്, അവരിതാണ്, ഇങ്ങനെയുള്ള ഈ ആക്ടിങ്ങിലൂടെ അങ്ങനെ നമ്മളെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന മാതിരിയാണ് മക്കൾ വളരുള്ളൂ. നമ്മൾ എന്താണ് മക്കൾക്ക് കൊടുക്കുന്നത് അതേ തിരിച്ചു കിട്ടുള്ളൂ. നമ്മളെങ്ങനെയായി അതിനത് നമ്മൾ ആദ്യം ആയിരിക്കണം എന്താണ് അവർക്ക് മാതൃക കണ്ട നമ്മളാണ്. നമ്മൾ നല്ല രീതിയിൽ അവരെ മുന്നിൽ ജീവിച്ച് കാണിച്ചാലേ അവരും നല്ല രീതിയിൽ ജീവിക്കുള്ളൂ എന്ന് ആണ് നമ്മൾ അതിലിൻ്റെ ഒരു ഇത് പറയാനുള്ളത്. കാരണം അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ഭയങ്കരമായിട്ട് കുട്ടികളെ വഴി തെറ്റാൻ ഏറ്റവും വലിയ ചാൻസ് ആണ് ഈ സംഗീതരംഗം എന്നൊക്കെ. ഇപ്പൊ ശരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ലേ അങ്ങനെ തന്നെയാണോ? എല്ലാ കുട്ടികളും ഇപ്പത്തെ കാലത്ത് പല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ അതിന് ഈ ഒരു പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ മുസ്ലിംസ് ആണ്, പലരും എന്താ പറയുക പാട്ട് നമ്മളെന്താ പറഞ്ഞാൽ തലയിൽ തട്ടിട്ടിട്ടും ഇത്ര ഉള്ള കയ്യൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ പാടുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ ടൗസർ ഇട്ടിട്ടോ അതൊന്നും അതിനൊന്നുമില്ല. നമ്മളെന്താ പറയുക നമ്മളെ വിശ്വാസം നമ്മുടെ ഉള്ളിലാണ്. ഞാനിപ്പോൾ പള്ളിയിൽ പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, അതൊക്കെ എന്താ പറയുക എൻ്റെ ഉള്ളിലാണ്. നമ്മളെന്താ പറഞ്ഞാൽ വിശ്വാസവും നമ്മളെ തൊഴിലുമായിട്ട് കൂട്ടിക്കുറയ്ക്കരുത്. അങ്ങനെയാണ് ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ ചിലർ പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമാണ്, മുസ്ലിം കുട്ടിയല്ലേ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഇതൊക്കെ പറഞ്ഞാൽ അത് തെറ്റല്ല. നമ്മൾ ജീവിക്കുന്ന ഒരു മാർഗം ഇതാണ്. അതെ, നമുക്കിപ്പം ശരിക്കും മിൻഹയുടെ ഭാഗത്തു നിന്ന് ഒരു വരുമാനം കൂടി നമുക്ക് ഈ സമയം അല്ലേ ഉണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പൊ 2 മാസമായിട്ട് കൃത്യം പറഞ്ഞാൽ 2 മാസം കൃത്യമായിട്ട് കാര്യമായിട്ട് പണിയില്ല. മഴന്റെ അല്ല, പിന്നെ വർക്ക് പറ്റ റേറ്റ് കുറവ് ഇതൊക്കെയാണ്. നമ്മളെ വർക്കിന് വല്ലാണ്ട് റേറ്റ് കുറവാണ്. അപ്പോൾ ഇന്ത്യക്കാർ അതിന് മലയാളികളാണ് അതിന്റെ കാരണക്കാർ. കാരണം മലയാളികളും മര്യാദക്ക് പണിക്ക് പോകാത്ത, പക്ഷെ അതിന് നല്ലോണം പോണ ആൾക്കാരുണ്ട്. നമ്മളെ മാറ്റുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഡെയിലി പോണ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവർക്കും ബാധിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ റേറ്റൊക്കെ കുറച്ചെടുക്കുമ്പോൾ പിന്നെ നമുക്ക് രക്ഷയല്ലല്ലോ, നമ്മളെ വർക്കൊക്കെ ഇതായി നിൽക്കല്ലേ. അപ്പോൾ എന്താ പറഞ്ഞാൽ അപ്പോൾ കുറച്ച് പണിക്ക് കുറച്ച് ടൈറ്റായി. നമ്മൾ പിന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ 2 മാസമായി ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വിളിക്കുകയാണെങ്കിൽ ഇവിടെ വിളിച്ചിട്ട് ഇവളുണ്ടെങ്കിൽ മാത്രമേ എന്നെ വിളിക്കുകയുള്ളൂ. ഞാൻ ഇത്ര എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ പണ്ട് ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പണ്ട് ഇങ്ങനെ പ്രോഗ്രാമിന് പോകും. ഇവിടെ കുഞ്ഞാകുമ്പോൾ ഇവിടെ കൂടെ ഞാൻ പ്രോഗ്രാം പോകുമ്പോൾ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പൊ പിന്നെന്താ പറഞ്ഞാൽ എനിക്ക് 2 ആളെയും കൂടി നോക്കാം. എനിക്ക് ഇതിന്റെ പരിപാടി മോളെയും കൂടി ശ്രദ്ധിക്കാൻ കഴിയണ്ടായപ്പോ ഞാൻ എന്താക്കി, നമ്മളത് അവിടെ നിർത്തിയിട്ട് മോളെ മാത്രം ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്തു. കാരണം നമ്മള് പിന്നെ സ്റ്റേജിൽ പാടാനൊന്നുമല്ല, എനിക്ക് മോളെങ്ങനെ എന്താകണം എങ്ങനെ ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മൾ ലക്ഷ്യം. മോളെ ഉഷാറായിട്ട് ആ രീതിക്ക് കുറേ കാലം ബ്രേക്കായി. കാരണം എന്താ പറഞ്ഞാൽ കുറേ കാലം പാടാണ്ട് മോളെ എന്താ ചെയ്യണമെന്നുള്ള ഒരിതാണ്. കാരണം നമുക്ക് വേറെ ആരോടാ ഒരു പാട്ട് പാടണമെന്ന് വെച്ചാൽ ഇല്ല ഓള് പാടത്തെ എന്നിട്ട് ഞാൻ അവിടെ ഇരിക്കും. കാരണം എന്താണ് നമുക്കെന്താ പറഞ്ഞാൽ അവളെ പാട്ട് കേൾക്കാനാണ് നമുക്ക് ഇഷ്ടം. ഞാൻ എവിടെയോ വായിച്ച പോലെ മക്കള് എന്താ പറയാ ഇതായാലും മക്കള് പെർഫോം ചെയ്യുമ്പോഴും തിളങ്ങുന്നത് അച്ഛനല്ലേ? തീർച്ചയായും മക്കളെ വളർച്ചയിലാണ് നമ്മൾ തിളങ്ങുന്നത്. കാരണം ശരിയാണത്. ഞാൻ ഈ ചിത്ര ചേച്ചീനൊക്കെ കാണണമെന്ന് വല്ലാണ്ട് ആഗ്രഹിച്ചിരുന്നു, ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ മോള് കാരണമാണ് ചിത്ര ചേച്ചീനെ കണ്ട് സംസാരിച്ചു. ഇതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. സംസാരിക്കുക അങ്ങനെയുള്ള ഒരുപാട്
ആൾക്കാരെ ഒരുപാട് ലെജൻഡുമാരെ ഞാൻ കണ്ടത് മോള് ട്രൂ ആണ്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ രണ്ടുപേരും കൂടി ഇപ്പൊ വൈറലായിട്ടുള്ള വേറൊരു സോങ് ഉണ്ട് അല്ലേ? നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, ഞാനോ കണ്ണനെ അല്ലേ? അത് അടിപൊളിയായിരുന്നു. ആ പാട്ടൊന്ന് കേൾക്കാം. ഞാനോരാവോ ഇരുളു നീന്തി വന്നു, ആരും കാണാതകലെ കാത്തു നിന്നു, ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ. കണ്ണനേ കരിമുകിലംബരനേ മധുരാമൃതമുരളീരവ മഴയുടെ അണയു നീ. കണ്ണനേ കരിമുകിലംബരനേ മധുരാമൃതമുരളീധര നീലാംബുജ നയനവേ. ഞാനോരാവോ ഇരുളു നീന്തി വന്നു, ആരും കാണാതകലെ കാത്തു നിന്നു. ശരിക്കും നിങ്ങളുടേതൊരു പാട്ട് ഫാമിലിയാണ്. രണ്ട് കുഞ്ഞുങ്ങളും കൂടി ഉണ്ട് അല്ലേ? അവരും പാടും. അവരുടെ പാട്ട് ഞാൻ കേട്ടു, നന്നായിട്ട് പാടുന്നുണ്ട്. അവരും ഭയങ്കര മടിയാണ് അല്ലേ? അത് കാലക്രമേണ മാറുമായിരിക്കും. ഇപ്പൊ ഏറെക്കുറെ റെഡി ആയി വരുന്നുണ്ട്. ഞാൻ ഇവളെ ഇതുമാതിരി തന്നെ അവര് ഞാൻ കുറെ പാടും, പക്ഷെ എന്തോ ഒരു മടിയുണ്ട് അവർക്ക് അല്ലേ? ശരിക്കും ഉമ്മ എങ്ങനെയാ പാടുവോ? പാടില്ല, ഇല്ല. അത് നമ്മള് ഉമ്മയുടെ ഒരു അവസ്ഥ പാവോ. അടുക്കളയിൽ പാടൂല എന്നല്ല, അടുക്കളയിലൊക്കെ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ നടക്കും, അത്രേ ഉള്ളൂ.